ചത്തഞ്ഞ കോഴിനെ പോലെ ശ്രുതിയും ഇന്നത്തെ കുളി ലാഭമല്ലെന്ന് വിചാരിച്ച സച്ചുവിനെ മറികടന്ന് അച്ചു അപ്പുറത്ത് ആ ചേട്ടനോട് പോയി എന്താ ചോദിച്ചതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിനെക്കുറിച്ച് തിരിച്ചും മറച്ചും ചോദിച്ചിട്ടും അവൻ ഞങ്ങളോട് പറഞ്ഞത് ആ രഹസ്യം എന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞു ചേർന്നതാണ്. എന്താ അല്ലേ? മഴ മാറാൻ വേണ്ടി കുറച്ച് നേരം കൂടി ആ ഷെൽട്ടറിന് കീഴിൽ നിന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം കൺഫേം ആക്കാൻ പറ്റി. ഞങ്ങൾ കൂടാതെ രണ്ടുപേരും കൂടി പാർക്ക് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആക്റ്റീവ് പാർക്ക് തന്നെ കൺഫേം ആക്കാൻ പറ്റി. അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെ കാറ് ചാടി കയറിയപ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ മെച്യൂരിറ്റി ഉണ്ടെന്ന് അവൻ ഗ്ലാസ് ഒക്കെ തുടച്ച് വന്ന് ഗ്ലാസ് ക്ലിയർ ആക്കി വണ്ടി എടുത്ത് പതുക്കെ മുന്നോട്ട് പോയപ്പോൾ ഈ റോഡ് മാറി തോടാവുന്ന കാഴ്ചയാണ് കണ്ടത്. കാടും റോഡും തോടും ഒക്കെ കടന്ന് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വളഞ്ഞു തിരിഞ്ഞ് വീട്ടിനോടൊട്ടുള്ള വളവെത്തിപ്പോൾ ദേ കിടക്കുന്ന അടുത്ത മണി റോഡിന് പുറകെ മരം വീണ് കിടക്കുന്നു. കാറ് നിർത്തി പിള്ളേരുടെ ഒരു മാസ് കാണിക്കാൻ നരല്ല ബീജം മനസ്സിപ്പാടി ഞാൻ ഓരോരോ മരക്കഷ്ണം എടുത്ത് അപ്പുറത്തെ പറമ്പിലോട്ട് തള്ളിവിടാൻ തുടങ്ങി. അമ്മേ എളുപ്പമല്ലേട്ടോ മേലാണെങ്കിൽ പണിയെടുക്കാൻ. ഞാൻ അവിടെ പണിയെന്ന് കണ്ട് അതുവഴി പോയ ഒരു ബൈക്കർ ടൂട്ടി ചേട്ടൻ 1-2 ചില്ലയുടെ മാസ് കാണിച്ച് അദ്ദേഹത്തിന്റെ പാട്ടിന് പോയി. അതിനുശേഷം ഞാൻ അവിടെ കണ്ട ചില്ലിയും കൊമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമാറ്റി ഏകദേശം കാറ് പോകാനുള്ള ഒരു വഴിയാക്കി വീട്ടിലോട്ട് എത്തിയപ്പോൾ സന്തോഷവാനായ അച്ഛൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ ബൈ, പിന്നെ കാണാം.